ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആഭ്യന്തര ഭദ്രതയെയും അച്ചടക്കത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സൈന്യത്തിനുള്ളിൽ കടുത്ത അമർഷവും അച്ചടക്ക ലംഘനവും ഉടലെടുത്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പ്രശസ്തമായ ഗിവാത്തി ബ്രിഗേഡിന് കീഴിലുള്ള സബാർ ബറ്റാലിയനിലെ ഡസൻ കണക്കിന് സൈനികർ മേലുദ്യോഗസ്ഥന്മാരുമായുണ്ടായ തർക്കത്തെ തുടർന്ന് സൈനിക ക്യാമ്പ് ഉപേക്ഷിച്ച് പുറത്തുപോയ സംഭവം വലിയ നയതന്ത്ര സൈനിക ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സ്റ്റേ തേമാൻ സൈനിക താവളത്തിലാണ് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ സംഭവം അരങ്ങേറിയത്. വർഷങ്ങളായി തങ്ങളുടെ ബറ്റാലിയൻ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന പരമ്പരാഗത പ്രതീകങ്ങളും ചിഹ്നങ്ങളും ഒഴിവാക്കാൻ കമാൻഡർ ഉത്തരവിട്ടതാണ് സൈനികരെ പ്രകോപിപ്പിച്ചത്. കമാൻഡറുടെ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അനുമതിയില്ലാതെ ഡസൻ കണക്കിന് സൈനികർ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആജ്ഞാപാലനത്തിനും അച്ചടക്കത്തിനും മുൻഗണന നൽകുന്ന ഒരു പ്രൊഫഷണൽ സൈന്യത്തിൽ കമാൻഡറുടെ തീരുമാനത്തിനെതിരെ സൈനികർ പരസ്യമായി പ്രതിഷേധിക്കുകയും താവളം വിട്ടിറങ്ങുകയും ചെയ്തത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. ചില സൈനികർ തങ്ങളുടെ ആയുധങ്ങൾ പോലും ഉപേക്ഷിച്ചാണ് ക്യാമ്പ് വിട്ടതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒരു സൈനിക താവളത്തിൽ നിന്ന് അനുമതിയില്ലാതെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സൈനികർ കൂട്ടത്തോടെ പുറത്തു പോകുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധ സാഹചര്യങ്ങളും സങ്കീർണമായ പ്രാദേശിക അന്തരീക്ഷവും നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഇസ്രയേൽ സേനയുടെ ആന്തരിക കെട്ടുറപ്പിനെ കുറിച്ച് കടുത്ത ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം ആരംഭിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വക്താവ് അറിയിച്ചു. സൈനിക താവളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായതെന്നും അച്ചടക്ക ലംഘനം കാണിച്ച സൈനികർക്കെതിരെയും ഇതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും IDF വ്യക്തമാക്കി. ഇസ്രയേൽ സൈന്യത്തിലെ ഏറ്റവും മികച്ച പ്രഹരശേഷിയുള്ള കാവൽ സേനാ വിഭാഗങ്ങളിലൊന്നാണ് ഗിവാത്തി ബ്രിഗേഡ്. ഇതിലെ സബാർ ബറ്റാലിയൻ സൈനികർക്ക് തങ്ങളുടെ ബറ്റാലിയൻ ഐഡന്റിറ്റിയോടും ചിഹ്നങ്ങളോടും കടുത്ത വൈകാരിക അടുപ്പമുണ്ട്. തലമുറകളായി കൈമാറി വന്ന ഈ ചിഹ്നങ്ങൾ നീക്കം ചെയ്യാൻ കമാൻഡർ എടുത്ത പെട്ടെന്നുള്ള തീരുമാനം സൈനികർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമാകുകയായിരുന്നു. എന്നാൽ വെറും ഒരു ചിഹ്നത്തിന്റെ പേരിൽ മാത്രം ഉടലെടുത്ത തർക്കമല്ല ഇതെന്നും നീണ്ടു നിൽക്കുന്ന സൈനിക നീക്കങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് സൈനികരെ ഇത്തരമൊരു അതിര് കടന്ന തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന യുദ്ധ പരിശീലനങ്ങളും സൈനിക ദൌത്യങ്ങളും കീഴുദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത വികാരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വന്ന വലിയ വീഴ്ചയാണ് സ്റ്റേ തേമാനിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കമാൻഡറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യപ്പെടുകയോ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയോ ചെയ്യുന്ന പ്രവണത സാധാരണയായി ഇസ്രയേൽ സൈന്യത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. സംഭവം ഇസ്രയേലിലെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. സൈന്യത്തിനുള്ളിലെ ഈ ആഭ്യന്തര തർക്കങ്ങൾ ശത്രു രാജ്യങ്ങൾക്കും മറ്റ് പോരാളി ഗ്രൂപ്പുകൾക്കും ആയുധമായി മാറുമോ എന്ന ഭയവും ഇസ്രയേൽ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിനിടെ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ചർച്ചകൾ സജീവമാണ്. പരമ്പരാഗത മൂല്യങ്ങളെയും ബറ്റാലിയൻ ചിഹ്നങ്ങളെയും മാനിക്കാത്ത കമാൻഡറുടെ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആജ്ഞാലംഘനം നടത്തിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. ആയുധങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്ന അവകാശവാദം കൂടുതൽ സങ്കീർണമായ സുരക്ഷാ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സൈനിക താവളങ്ങളുടെ സുരക്ഷയ്ക്കും ആയുധങ്ങളുടെ കൈകാര്യം ചെയ്യലിലും വ്യക്തമായ ചട്ടങ്ങളുള്ള ഒരു സൈന്യത്തിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് സുരക്ഷാ ഏജൻസികളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്റ്റേ തേമാൻ ബേസ് സാധാരണയായി അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുലർത്തുന്ന ഒന്നാണ്. അവിടെ ഉണ്ടായ ഈ അച്ചടക്ക ലംഘനം ഉന്നത തലത്തിലുള്ള കമാൻഡ് സ്ട്രക്ചറിലെ വിള്ളലുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൈനിക കമാൻഡർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകാൻ IDF നേതൃത്വം നിർബന്ധിതരായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ മാനസിക സമ്മർദ്ദവും കടുത്ത ജോലിഭാരവും കാരണമുണ്ടാകുന്ന അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ജിവാത്തി ബ്രിഗേഡ് പോലുള്ള ഒരു മുൻനിര പോരാളി സംഘത്തിൽ നിന്ന് തന്നെ ഇത്തരം ഒരു പ്രതിഷേധം പരസ്യമായി പുറത്തുവരുന്നത്. സൈന്യത്തിനുള്ളിലെ ഇത്തരം വിള്ളലുകൾ സൈനികരുടെ ആത്മവീര്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻനിരയിൽ പോരാടുന്ന സൈനികർക്ക് തങ്ങളുടെ കമാൻഡർമാരുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് യുദ്ധക്കളത്തിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമായേക്കാം.
സബാർ ബറ്റാലിയനിലെ ഈ സംഭവത്തിന് ശേഷം അതത് ബറ്റാലിയനുകളുടെ പരമ്പരാഗത അവകാശവാദങ്ങളും ചിഹ്നങ്ങളും സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് കമാൻഡർമാർക്കിടയിൽ പുതിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അച്ചടക്കം പുലർത്തുമ്പോൾ തന്നെ സൈനികരുടെ വൈകാരികമായ വശങ്ങളെയും ബഹുമാനിക്കേണ്ടതുണ്ടെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ ആരോപണ വിധേയരായ സൈനികരെയും അവരെ നയിച്ചിരുന്ന ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്താൻ സാധ്യതയുണ്ടെന്നാണ് IDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. അച്ചടക്ക നടപടി എന്നതിലുപരി സൈന്യത്തിന്റെ കെട്ടുറപ്പ് വീണ്ടെടുക്കുക എന്നതായിരിക്കും IDF നേതൃത്വത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. സംഭവത്തെ തുടർന്ന് മറ്റ് ബറ്റാലിയനുകളിലും സമാനമായ അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ IDF പ്രത്യേക നിരീക്ഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കമാൻഡർമാർ നേരിട്ട് സൈനികരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തിൽ സ്വന്തം സൈന്യത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന ഇത്തരം ആഭ്യന്തര തർക്കങ്ങൾ ഇസ്രയേലിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ കവചത്തിന് ഏൽക്കുന്ന ചെറിയൊരു വിള്ളൽ പോലും ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. തേമാൻ വിമാനത്താവളത്തിൽ നടന്ന സംഭവം ഇസ്രയേൽ സൈന്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ അച്ചടക്ക ലംഘനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണങ്ങളും അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും വരും ദിവസങ്ങളിൽ ഇസ്രയേൽ സൈനിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം.